ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് ഓഫ് ദ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേർണിയെക്കുറിച്ചാണ്. 2020 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഫസ്റ്റ് ഒരു ബ്ലോഗിൽ നിന്നാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഒരു ബ്ലോഗ് ഒരു ആക്സിഡൻറ്റ്, ഒരു ഫ്രണ്ടിൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ തൊട്ടാണ്. ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഒരു പയ്യൻ ബൈക്ക് ആക്സിഡൻറ്റ് മരണപ്പെട്ടു. അങ്ങനെയാണ് ബ്ലോഗ്, ലൈഫ് സക്സസിനെ കുറിച്ചൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. ലൈഫ് തിങ്സ് എന്നായിരുന്നു എൻ്റെ പേര്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. 5-6 മാസം കൊണ്ടുപോയി. അത് ഇംഗ്ലീഷിലായിരുന്നു. അതെൻ്റെ കൂട്ടുകാരനോട് കൂടിയിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പക്ഷേ എന്നാൽ പ്രതീക്ഷിച്ച റീച്ച് ഇംഗ്ലീഷിലായതുകൊണ്ട് അധികം ആളിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നീട് അവൻ മുഖാന്തരമാണ്, അവൻ എന്നോട് പറഞ്ഞു യൂട്യൂബിലോട്ട് തുടങ്ങാൻ. പണ്ട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അത് ആ സമയത്ത് മോട്ടിവേഷൻ വേറെ ആൾക്കാരുടെ കണ്ടൻറ്റും ഗെയിം കണ്ടൻറ്റൊക്കെ തുടങ്ങി. പക്ഷേ അതൊന്നും അധികം റീച്ചിലോട്ട് പോയില്ല. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് ചാനലൊക്കെ തുടങ്ങി. അതൊന്നും അധികം സക്സസ് ആയില്ല. ഏകദേശം ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ സക്സസ് ആകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ 2020 ജൂലൈ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി. ലൈഫ് തിങ്സ് എന്ന് പറഞ്ഞ പേര് തന്നെയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങി. തുടക്കമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ, സംസാരം റെഡി അല്ലായിരുന്നു, അതുപോലെ വീഡിയോ ക്വാളിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ ഇട്ട് ഒരുപാട് വീഡിയോസ് ഇട്ട് ഏകദേശം ഒരു 500 വീഡിയോസ് എങ്ങാണ്ട് അപ്ലോഡ് ചെയ്ത സമയത്ത് തൊട്ടാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയി തുടങ്ങിയത്. കുറേ കാര്യങ്ങൾ സംസാരം റെഡിയാക്കി, അതുപോലെ വീഡിയോയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആയി. അങ്ങനെ ആ ചാനലിൽ ഒരു 3.25 വർഷം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നു. പക്ഷേ എന്നാലും അത് 1000 സബ്സ്ക്രൈബർ മേളിലായിരുന്നു. എന്നാലും അതത്ര റീച്ച് പോയില്ല. ചില വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമേ അത് തുടക്കത്തിൽ കുറേ മിസ്റ്റേക്കുകൾ ചെയ്തു. കാരണം പലർക്ക് ഷെയർ ചെയ്തു, അതുപോലെ വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പല ഗ്രൂപ്പുകൾ ചേർന്ന് അങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തു. അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ആ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുന്നില്ല, പിന്നീട് അവർ വീഡിയോ കാണുന്നില്ല. നമുക്ക് ഓർഗാനിക്കലി ആയിട്ട് ഇത് ആൾക്കാർ വന്ന് സബ്സ്ക്രൈബർ വന്ന് ഇൻക്രീസ് ആകുമ്പോഴാണ് ആ ഒരു ചാനൽ സക്സസ് ആവുള്ളൂ. പലരും ചെയ്യുന്നൊരു അബദ്ധമാണ് ഇത്. പലർക്ക് ഷെയർ ചെയ്യും, അപ്പോൾ അവർ കാണണമെന്നില്ല. നമ്മളൊരു വാച്ച് വേഴ്സ്, നമ്മുടെ കണ്ടൻറ്റ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ഏത് മേഖലയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ ആ ഇൻട്രസ്റ്റോടെ നമുക്ക് അവിടെ നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും. പലരും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പലർക്കും അയച്ചു കൊടുക്കുന്നു. ഇപ്പം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പലരിലും അത് കൊണ്ടുവരാൻ, ആ ചാനൽ കൊണ്ടുവരാൻ പലർക്കും കഴിഞ്ഞില്ല. അങ്ങനെ 3.25 വർഷം കഴിഞ്ഞിട്ട് ആ ചാനൽ അന്ന് യൂസ് ചെയ്ത മൊബൈൽ നമ്പർ എങ്ങാണ്ട് മിസ്സാവുകയും അതുപോലെ മെയിൽ ഐ ഡിയൊക്കെ മിസ്സായിപ്പോയി. അങ്ങനെ അത് പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് റൈസ് ഓഫ് ദ ഹെൽ എന്ന് പറഞ്ഞ് ചാനൽ തുടങ്ങിയത്. അത് നല്ല രീതിയിൽ, കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ളത്, 3.25 വർഷത്തെ എക്സ്പീരിയൻസ് ആ ചാനലിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റി. പണ്ടൊക്കെ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം പോകുമായിരുന്നു. പിന്നീട് നല്ല രീതിയിൽ സ്കില്ല് ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ പറ്റി. അങ്ങനെ റൈസ് ഓഫ് ദ ഹെൽ ഇങ്ങനെ തുടങ്ങി എനിക്കറിയാം. കാരണം ഞാനിപ്പോൾ ഇത് ആർക്ക് ഷെയർ ചെയ്യുന്നോ ഒന്നുമില്ല, ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കറിയാം ഇത് ഓർഗാനിക്കലി ഇത് കയറ്റിക്കൊണ്ടുവരാൻ. കാരണം എൻ്റെ കണ്ടൻറ്റ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നോ അതിനനുസരിച്ച് എല്ലാവർക്കും ആളുകൾ എത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെ SEO ആണെങ്കിലും മനസ്സിലാക്കി, യൂട്യൂബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇംപ്രഷൻസ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഓഡിയൻസ് റിട്ടൻഷനും വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബ് സക്സസ് ആകാൻ പറ്റും. അതിപ്പം പലരും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല കാറ്റഗറി ഉണ്ട്. ചില കാറ്റഗറി പെട്ടെന്ന് നല്ല റീച്ച് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്ത് ഉറപ്പായിട്ടും അത് റിസൾട്ടിലോട്ട് എത്തിക്കാൻ പറ്റും. കൺസിസ്റ്റൻസിയാണ് എവിടെയും വേണ്ടത്. നിങ്ങൾ ഏത് മേഖല എടുത്താലും വർഷങ്ങളോളമുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലമായിരിക്കും നല്ല റിസൾട്ടിലോട്ട് വരുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് ഇപ്പോൾ അനിമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അനിമേഷൻ എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇപ്പോൾ ഏത് സമയത്ത് എനിക്ക് വീഡിയോ ഇട്ടാലും വ്യൂസ് വരുന്നുണ്ട്. ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഞാനൊരു 800 മേളിലെങ്ങാണ്ട് വീഡിയോസ്, 860 എങ്ങാണ്ട് ടോട്ടൽ വീഡിയോസ്. പഴയ ചാനൽ 650 വീഡിയോസും ഇപ്പോൾ ഈ ചാനൽ 229 വീഡിയോസ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അത്ര എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കാര്യമാണേലും കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ സക്സസ് ഉണ്ടാകും. കാരണം നമ്മൾ ആ ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ഇപ്പം ബ്രൂസ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കില്ല് 10,000 തവണ പ്രാക്ടീസ് ചെയ്തവനെ മാത്രം പേടിക്കേണ്ടതുള്ളെന്ന്. അത് പല സ്കില്ല് ഒരുപാട് തവണ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫലം കിട്ടില്ല.
അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് മേഖലയിലോ ആ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് നമ്മളിൽ റിസൾട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ല യൂട്യൂബ് ജേർണി നേരുന്നു. എല്ലാവരുടെയും ചാനൽ സക്സസ് ആവട്ടെ. താങ്ക് യു.